ഓക്കെ, സോ കഴിഞ്ഞ വർഷത്തെ ഹൈലി സക്സസ്ഫുൾ iQOO Neo 6 എന്ന ഫോണിന്റെ നെക്സ്റ്റ് ജനറേഷൻ ആണ് ഈ iQOO Neo 7. സോ ഈ ഒരു ഫോൺ ഒരു അപ്ഗ്രേഡ് ആണോ അതോ ഡൗൺഗ്രേഡ് ആണോ? ഇനി iQOO Neo 6 എടുത്താൽ മതിയോ അതോ iQOO 9 SE എടുക്കണോ? ഈ പറഞ്ഞ ചോദ്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിൽ കാണും. എല്ലാത്തിനുമുള്ള നല്ല കൃത്യമായിട്ട് സ്ട്രെയിറ്റ് ഫോർവേഡ് മറുപടി നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കിട്ടും. സോ വീഡിയോ അവസാനം വരെ കാണുക, കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോ. ഇതാണ് ബോക്സിൽ ഫോൺ, ഡോക്യുമെന്റ്, സിം ടൂൾ, 120 വാട്ടിന്റെ ചാർജർ, ടൈപ്പ് സി ടു ഹെഡ്ഫോൺ ജാക്ക് കൺവേർട്ടർ. iQOO Neo 6 വെച്ച് നോക്കുമ്പോൾ ഡിസ്പ്ലേയിൽ തീർച്ചയായിട്ടും അപ്ഗ്രേഡ് വന്നിട്ടുണ്ട്. ഓക്കെ, കുറച്ചും കൂടി വലിയ ഡിസ്പ്ലേ ആണ്, കുറച്ചും കൂടി ബ്രൈറ്റ് ആണ്. 6.78 ഇഞ്ചിന്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഉണ്ട്. HDR10+ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് യൂട്യൂബിലും നെറ്റ്ഫ്ലിക്സിലും രണ്ടിടത്തും HDR വീഡിയോസ് കാണാൻ പറ്റും. വൈഡ് വൈൻ L1 സർട്ടിഫിക്കേഷൻ ഉള്ളതുകൊണ്ട് ഏത് OTT പ്ലാറ്റ്ഫോം ആണെങ്കിലും 1080p കോണ്ടന്റ് കാണാം. നല്ല ഡിസ്പ്ലേ ആണ്, ഞാൻ പറഞ്ഞില്ലേ, നല്ല ബ്രൈറ്റ്നസ് ഉണ്ട്, നല്ല കളേഴ്സ് ഉണ്ട്. തീർച്ചയായിട്ടും iQOO Neo 6 വെച്ച് നോക്കുമ്പോൾ ഈ ഡിസ്പ്ലേ കുറച്ചുകൂടി ബെറ്റർ ആണ്. സോ ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. പെർഫോമൻസ് നല്ലതാണ്, ഭയങ്കരമായിട്ട് ലൗഡ് അല്ല, പക്ഷെ വരുന്ന സൗണ്ട് നല്ല ക്വാളിറ്റിയുള്ള സൗണ്ടാണ്. മാക്സ് വോളിയത്തിലും അങ്ങനെ പൊട്ടലും ചീറ്റിലൊന്നും ഞാൻ നോട്ടീസ് ചെയ്തില്ല. ഹെഡ്ഫോൺ ജാക്ക് വരുന്നില്ല, പക്ഷേ ബോക്സിൽ ആ ഒരു ടൈപ്പ് സി ടു ഹെഡ്ഫോൺ ജാക്ക് കൺവെർട്ടർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഉപയോഗിച്ച് ഗെയിമിങ്ങോ അല്ലെങ്കിൽ വീഡിയോസ് ഒക്കെ കാണാൻ പറ്റും. അല്ലെങ്കിൽ നോർമൽ ടൈപ്പ് സി ഇയർഫോൺസ് ഉണ്ടെങ്കിൽ അതും ഉപയോഗിക്കാം. മീഡിയ ടെക്കിന്റെ ഡയമൻസിറ്റി 8200 ചിപ്സെറ്റ് ആണ് ഈ ഫോണിൽ വരുന്നത്. ഈ ഒരു ചിപ്സെറ്റുമായി ഇന്ത്യയിലേക്ക് വരുന്ന ഫസ്റ്റ് ഫോണാണ് iQOO Neo 7. നല്ല പവർഫുൾ ചിപ്സെറ്റ് ആണ്. 4 നാനോമീറ്റർ ചിപ്സെറ്റ് ആണ്. 3.1 GHz ആണ് ടോപ്പ് ക്ലോക്ക് സ്പീഡ്. 8.5 ലക്ഷത്തിന് മേളിലായിരുന്നു AnTuTu സ്കോർ ഒക്കെ. സോ തീർച്ചയായിട്ടും നല്ല പവർഫുൾ ചിപ്സെറ്റ് ആണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗെയിം ഒക്കെ നല്ല സ്മൂത്ത് ആയിരുന്നു. PUBG ന്യൂ സ്റ്റേറ്റ് ഉണ്ടല്ലോ, അതിൽ 90 FPS ഔട്ട് ഓഫ് ദ ബോക്സ് അൺലോക്ഡ് ആണ്. അതേ രീതിയിൽ കോൾ ഓഫ് ഡ്യൂട്ടി മൊബൈലിലും നമുക്ക് വേണമെങ്കിൽ 90 FPS ഇട്ട് കളിക്കാൻ പറ്റും. iQOO പറഞ്ഞതനുസരിച്ച് BGMIയിലുള്ള 90 FPS സപ്പോർട്ടും ഉടൻ തന്നെ അപ്ഡേറ്റിലൂടെ iQOO ഈ ഫോണിലേക്ക് അയക്കുമെന്നാണ്. iQOO Neo 6 ഇറങ്ങിയപ്പോഴും iQOO സെയിം കാര്യമാണ് പറഞ്ഞത്. ആ സമയത്ത് 90 FPS വന്നിരുന്നു. സോ മിക്കവാറും ഇവിടെയും വരും. iQOO ഫോൺസിന്റെ ഗെയിമിംഗ് പെർഫോമൻസ് നോർമലി അടിപൊളിയായിരിക്കും. നല്ല ഓപ്റ്റിമൈസേഷൻ ആണ് iQOO ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ പല ഇൻട്രസ്റ്റിംഗ് ഗെയിമിംഗ് ഫീച്ചേഴ്സ് iQOO ഫോൺസിൽ വരാറുണ്ട്. സോ ആ ഒരു ഗെയിം ബാർ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ആ ഒരു ഗെയിമിംഗ് പാനൽ, അത് ഓപ്പൺ ചെയ്താൽ അവിടെ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. ഓക്കെ, ഞാൻ ഓൾറെഡി ഇത് പല വീഡിയോസിനും ഷെയർ ചെയ്തിട്ടുണ്ട്. സോ ഒന്നുകൂടെ ഞാൻ ഷെയർ ചെയ്യുന്നില്ല. ആ മോഷൻ കൺട്രോൾ ഒക്കെ വരുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ഫോൺ ലെഫ്റ്റിലേക്ക് ഇങ്ങനെ ടിൽറ്റ് ചെയ്യുമ്പോൾ സ്കോപ്പ് ഇൻ സ്കോപ്പ് ഔട്ട് ഒക്കെ ചെയ്യാൻ പറ്റും. സോ ഇതുപോലുള്ള കൂൾ ഗെയിമിംഗ് ഫീച്ചേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ഗെയിമിംഗ് പെർഫോമൻസ് ആണ് കിട്ടുന്നത്. നല്ല സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് കിട്ടിയത്. എനിവേ, നിങ്ങൾ ഈ ഒരു ഫോൺ ഗെയിമിങ്ങിന് വേണ്ടി മാത്രം വാങ്ങാൻ നോക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു റെക്കമെൻഡേഷൻ ആയിരിക്കും ഈ iQOO Neo 7ന്റെ ഡീറ്റെയിൽഡ് ഗെയിമിംഗ് ടെസ്റ്റ് അല്ലെങ്കിൽ ഗെയിമിംഗ് പെർഫോമൻസ് വീഡിയോസ് കാണുക. അതിനുശേഷം ഒരു തീരുമാനം എടുക്കുക. എൻ്റെ ടെസ്റ്റിംഗിൽ ഓക്കെ ആയിരുന്നു. ഈവൻ നോർമൽ പെർഫോമൻസും, എന്ന് വെച്ചാൽ ആപ്പ് ഓപ്പണിംഗ്, ആപ്പ് ക്ലോസിംഗ്, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഷിഫ്റ്റ് ഒക്കെ ചെയ്യാറുണ്ടല്ലോ, അതായത് പൊതുവേ ചെയ്യുന്ന നോർമൽ ആക്ടിവിറ്റീസ് ഒക്കെ, അതിലൊക്കെ നല്ല പെർഫോമൻസ് ആണ് കിട്ടുന്നത്. നല്ല ഓപ്റ്റിമൈസേഷൻ ചെയ്തിട്ടുണ്ട് iQOO. ഔട്ട് ഓഫ് ദ ബോക്സ് ലേറ്റസ്റ്റ് Android 13 ഉണ്ട് വിത്ത് ലേറ്റസ്റ്റ് ഫൺ ടച്ച് OS 13. ഫൺ ടച്ച് OS ആയതുകൊണ്ട് ആ ഒരു ഹോട്ട് ആപ്സും ഹോട്ട് ഗെയിംസ് ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പം പുതിയൊരു സാധനം കയറി വന്നിട്ടുണ്ട് iQOO Vivo ഫോൺസിൽ. അതാണ് വിവോയുടെ ഒരു V സ്റ്റോർ. ബേസിക്കലി ഈ ആപ്സ് ആൻഡ് റെക്കമെൻഡേഷൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പരിപാടിയാണ്. പ്ലേ സ്റ്റോർ ഉള്ളപ്പോൾ പിന്നെ എന്തിനാണ് മറ്റൊരു ആപ്പ് സ്റ്റോർ? എനിവേ, പലരും ഇതിനെക്കുറിച്ച് കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. iQOOനോട് ചോദിച്ചപ്പോൾ iQOO പറഞ്ഞിരുന്നു, ഞങ്ങൾ ഉടൻ തന്നെ ഒരു അപ്ഡേറ്റ് അയക്കുന്നുണ്ട്. ആ അപ്ഡേറ്റ് വരുമ്പോൾ ഈ V സ്റ്റോർ എന്നേക്കുമായി ഇല്ലാതാകും. 2 ദിവസം മുമ്പ് ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഞാനത് ഇൻസ്റ്റാൾ ചെയ്തു. ഇപ്പോൾ ആ ഒരു V സ്റ്റോർ ആപ്ലിക്കേഷൻ ഇല്ല. ഓക്കെ, സോ ഗുഡ് ജോബ് iQOO. ഇതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ഹോട്ട് ആപ്സും ഹോട്ട് ഗെയിംസിൻ്റെ ഫോൾഡറും ഒന്ന് എടുത്ത് മാറ്റാൻ പറ്റുമെങ്കിൽ വലിയ ഉപകാരമായതിന്. 64 മെഗാ പിക്സലിൻ്റെ OS സപ്പോർട്ട് ചെയ്യുന്നൊരു ക്യാമറയാണ് മെയിൻ ക്യാമറ. ഇതേ ഉള്ളൂ ആക്ച്വലി ക്യാമറ. ബാക്കി 2 ക്യാമറാസും മാക്രോ പ്ലസ് ഡെപ്ത് ആണ്. ഓക്കെ, 30,000 രൂപ വില വരുന്ന ഒരു ഫോണിൽ അൾട്രാവൈഡ് ക്യാമറ വരുന്നില്ല. ഇതിനെക്കുറിച്ച് ഞാൻ കുറച്ച് കഴിഞ്ഞ് സംസാരിക്കുന്നുണ്ട്. സോ വെയിറ്റ് ചെയ്യുക. ഓക്കെ, 4K 60 FPS ആണ് മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ. 16 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് വരുന്നത്. 1080p 30 FPS ആണ് മാക്സിമം സെൽഫി വീഡിയോ റെസൊല്യൂഷൻ. ഇതിലുള്ള 64 മെഗാ പിക്സലിൻ്റെ ക്യാമറ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നല്ല ഫോട്ടോസ് ആണ് കിട്ടുന്നത്. അതായത് ഒരു iQOO അല്ലെങ്കിൽ വിവോ ഫോൺസിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു പെർഫോമൻസ് ഉണ്ടല്ലോ, അതിവിടെ കിട്ടുന്നുണ്ട്. നല്ല ഡീറ്റെയിൽസ് ഉണ്ട്, നല്ല കളർഫുൾ ഫോട്ടോസ് ആണ്, പിന്നെ നല്ലൊരു വാം ടോൺ ഉണ്ട്. അത് മോശമായിട്ട് എനിക്ക് തോന്നുന്നില്ല, നല്ലൊരു ഫീൽ ആണ് തരുന്നത്. ഓക്കെ, കാണാൻ നല്ല രസമുള്ള ഫോട്ടോസ് ആണ് കിട്ടുന്നത്. ഹ്യൂമൻ സബ്ജക്ട്സിന്റെ ഫോട്ടോസ് എടുക്കുമ്പോൾ ഇത് സെൽഫി അല്ല കേട്ടോ, ഞാൻ ഒറ്റയ്ക്കാണ് ഫോട്ടോ എടുക്കാൻ പോയത്, അതുകൊണ്ടാണ് ഇങ്ങനെ സെൽഫി മോഡിൽ എടുത്തിരിക്കുന്നത്. ഇത് ബേസിക്കലി റിയർ ക്യാമറ ഫോട്ടോസ് ആണ്. സോ ഹ്യൂമൻ സബ്ജക്ട്സിന്റെ ഫോട്ടോസ് എടുക്കുമ്പോൾ ബാക്കിൽ പച്ചപ്പ് അല്ലെങ്കിൽ ബിൽഡിങ്സ് ഒക്കെ ആണെങ്കിൽ നല്ല സ്കിൻ ടോൺ കിട്ടുന്നുണ്ട്. കണ്ടില്ലേ, ഈ 2 ഫോട്ടോസിലും നല്ല സ്കിൻ ടോൺ ആണ്. എന്നാൽ ഹ്യൂമൻ സബ്ജക്റ്റിൻ്റെ ബാക്കിൽ നല്ല ലൈറ്റ് ഉണ്ടെങ്കിൽ, സ്പെഷ്യലി ഇങ്ങനെ കത്തി നിൽക്കുന്ന ആകാശം അല്ലെങ്കിൽ സ്കൈ ഒക്കെ ഉണ്ടെങ്കിൽ
പിന്നെ ആ ഒരു HDR ആക്ടിവേറ്റ് ആവും. അതിനുശേഷം ഫേസിൽ നല്ല വെളുപ്പിക്കലും ഒരു വല്ലാത്തൊരു എക്സ്പോഷർ വരും ഫേസിൽ. ഇത് പിന്നെ വിവോ iQOO ഫോൺസിലുള്ള ഒരു പ്രോബ്ലമാണ്. ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. OIS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ അത്യാവശ്യം നല്ല സ്റ്റെബിലൈസേഷൻ കിട്ടുന്നുണ്ട്. 4K ആണെങ്കിലും 1080p ആണെങ്കിലും. എനിവേ ഞാൻ വീഡിയോ സാമ്പിൾസും കൂടി ഷെയർ ചെയ്യുന്നുണ്ട്, കണ്ടു നോക്കുക. ഓക്കെ, സ്റ്റെബിലൈസേഷൻ ഇല്ലാത്തത് സെൽഫി വീഡിയോസിലാണ്. സാമ്പിൾ കണ്ടോളൂ. അത്യാവശ്യം നല്ല കുലുക്കമുണ്ട്. സോ ഹ്യൂമൻ സബ്ജക്റ്റ്, അതായത് ഞാനും കുലുങ്ങുന്നുണ്ട്, എൻ്റെ ബാക്ക്ഗ്രൗണ്ടും അത്യാവശ്യം കുലുങ്ങുന്നുണ്ട്. ഓക്കെ, ഞാൻ ഈ ഒരു കാര്യം ഓൾറെഡി iQOO വിവോയുടെ ഫ്ലാഗ്ഷിപ്പ് ഫോൺസിൽ പോലും മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഫോട്ടോ പെർഫോമൻസ് നല്ലതാണ്. അതായത് സെൽഫി ഫോട്ടോ പെർഫോമൻസ് ഓക്കെ ആണ്. ഈവൻ ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ് ഉണ്ടെങ്കിലും ഫേസ് ഒക്കെ അത്യാവശ്യം ക്ലിയർ ആയിരിക്കും, സ്കിൻ ടോൺ ഒക്കെ നല്ലതാണ്. പക്ഷേ വീഡിയോയിൽ വരുമ്പോൾ എന്താണെന്ന് അറിയില്ല, iQOO വിവോ ഇതുവരെ അവരുടെ ഫോൺസിൻ്റെ സെൽഫി ക്യാമറയിൽ ഈ സ്റ്റെബിലൈസേഷൻ ഓപ്ഷൻ തന്നിട്ടില്ല. അത് തീർച്ചയായിട്ടും ഒരു പോരായ്മ തന്നെയാണ്. ഇനി ആ ഒരു മിസ്സിംഗ് അൾട്രാവൈഡിൻ്റെ കേസ്. സോ ഞാൻ ഡയറക്റ്റ്ലി iQOOനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എവിടെ പോയി ആ ഒരു അൾട്രാവൈഡ് ക്യാമറ. അവർ ക്ലിയർ ആയിട്ട് പറഞ്ഞു, ഫസ്റ്റ് ഓഫ് ഓൾ അവർ പറയുന്ന അനുസരിച്ച് ഈ ഒരു ഫോൺ ഗെയിമേഴ്സിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ പെർഫോമൻസ് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയാണ്. സോ അവർ നോർമലി അൾട്രാവൈഡ് ക്യാമറ വെച്ച് അങ്ങനെ ഒരുപാട് ഫോട്ടോസ് ഒന്നും എടുക്കാറില്ല എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. സെക്കൻഡ് കാര്യമാണ് കോസ്റ്റ് കട്ടിങ്. അതായത് iQOO Neo 6 ഇറങ്ങിയ അതേ പ്രൈസിൽ Neo 7 ഇറക്കണമെങ്കിൽ എവിടെയെങ്കിലും കോസ്റ്റ് കട്ടിങ് ചെയ്യേണ്ടി വരും ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് സിറ്റുവേഷൻ അനുസരിച്ച്. അതുകൊണ്ടാണ് ആ ഒരു കോസ്റ്റ് കട്ടിങ് ചെയ്തിരിക്കുന്നത് എന്നാണ് iQOO പറഞ്ഞിരിക്കുന്നത്. സോ നിങ്ങൾക്ക് അൾട്രാവൈഡ് ക്യാമറ ഭയങ്കര നിർബന്ധമാണെങ്കിൽ, അല്ലെങ്കിൽ നിർബന്ധമല്ല, എന്തായാലും ഈ പ്രൈസ് പോയിന്റിൽ അൾട്രാവൈഡ് ക്യാമറ വേണം എന്നുണ്ടെങ്കിൽ വേറെ ഫോൺസ് നോക്കേണ്ടി വരും. ഈ iQOO Neo 7ൻ്റെ ബിൽഡും ഡിസൈനും ഇൻ ഹാൻഡ് ഫീലൊക്കെ നോക്കുകയാണെങ്കിൽ എനിക്ക് എക്സാക്ട്ലി iQOO Neo 6 ആണ് ഓർമ്മ വരുന്നത്. ആ തിക്നെസ് ആണെങ്കിലും ഈവൻ മെറ്റീരിയൽ ആണെങ്കിലും ഇവിടെയും പ്ലാസ്റ്റിക് ആണ്, അവിടെയും പ്ലാസ്റ്റിക് ആയിരുന്നു. ഫ്രെയിം പ്ലാസ്റ്റിക് ആണ്, അവിടെയും പ്ലാസ്റ്റിക് ആയിരുന്നു. സിമിലർ ക്യാമറ മോഡ്യൂളാണ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു ലെൻസിൻ്റെ പ്ലേസ്മെൻറ്റിൽ വ്യത്യാസമുണ്ട്. അത് പിന്നെ ദൂരെ നിന്ന് അറിയൂല. 193 ഗ്രാം ആണ് വെയിറ്റ്, 8.6 mm ആണ് തിക്നെസ്. സോ iQOO Neo 6 വെച്ച് നോക്കുമ്പോൾ ഒരേപോലത്തെ ഒരു ഡിസൈൻ ഫീൽ ലുക്കിലാണ് iQOO Neo 7ഉം വരുന്നത്. ബാറ്ററി ആൻഡ് ചാർജിംഗ് ഡിപ്പാർട്ട്മെന്റിൽ തീർച്ചയായിട്ടും അപ്ഗ്രേഡ് വന്നിട്ടുണ്ട്. iQOO Neo 6ൽ 4700 mAh ബാറ്ററി ആയിരുന്നു, ഇവിടെ 5000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. പിന്നെ ചാർജിംഗ് വാട്ടേജും കൂട്ടിയിട്ടുണ്ട്. 120 വാട്ടിന്റെ ചാർജിംഗ് ആണ് ഈ ഒരു ഫോൺ സപ്പോർട്ട് ചെയ്യുന്നത്. ബോക്സിൽ ചാർജറും വരുന്നുണ്ട്, നല്ലൊരു കാര്യമാണ്. സോ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ തീർച്ചയായിട്ടും ഒരു ഇംപ്രൂവ്മെന്റ് വന്നിട്ടുണ്ട്. ഡ്യുവൽ നാനോ സിം സ്ലോട്ട് ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് നിങ്ങൾക്ക് SD കാർഡ് ഉപയോഗിക്കാൻ കഴിയില്ല. IR ബ്ലാസ്റ്റർ വരുന്നുണ്ട്. X ആക്സിസ് ലീനിയർ മോട്ടോർ കൊടുത്തിരിക്കുന്നതുകൊണ്ട് നല്ലൊരു ഹാപ്റ്റിക് ഫീഡ്ബാക്ക് എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. ഡ്യുവൽ 4G ഡ്യുവൽ 5G രണ്ടും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 5G റെഡി ഫോണാണ്. 8 5G ബാൻഡ്സിനുള്ള സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. Wi-Fi 6, ബ്ലൂടൂത്ത് വെർഷൻ 5.3, പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ കൊടുത്തിട്ടുണ്ട്. നല്ലോണം വർക്ക് ആവുന്നുണ്ട്. ഓക്കെ, iQOO Neo 6ലും വലിയ ഇഷ്യൂ ഒന്നും ഇല്ലായിരുന്നു. ഇവിടെയും സെയിം ഫിംഗർ പ്രിന്റ് സ്കാനർ ആണ്, നല്ലോണം വർക്ക് ആവുന്നുണ്ട്. ഫേസ് അൺലോക്കും ഓക്കെ ആണ്. ഫൈനലി SAR വാല്യൂ ഈസ് അണ്ടർ ലിമിറ്റ്. ഞാൻ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ iQOO ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് റിവീൽ ചെയ്തിട്ടില്ല. അവർ പറയുന്നതനുസരിച്ച് മിക്കവാറും 30,000 to 35,000 ആ പ്രൈസ് റേഞ്ചിലായിരിക്കും വരാൻ പോകുന്നത്. അങ്ങനെ പറയുന്നുണ്ടെങ്കിലും ഓഫറൊക്കെ ചേർത്ത് 30,000 രൂപയ്ക്ക് തരും. നമുക്ക് ആ ഒരു 30,000 റുപ്പീസിൻ്റെ പ്രൈസ് സെഗ്മെൻറ്റ് പിടിക്കാം. ഓക്കെ, ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ ഓൾറെഡി iQOO Neo 6 കിടപ്പുണ്ട്. അതിൻ്റെ മേളിലുള്ള iQOO 9 SEയും കിടപ്പുണ്ട്. iQOO 9 SEയിൽ ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 888 ചിപ്സെറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെയും ഇതിൻ്റെ AnTuTu സ്കോർ ഏകദേശം സെയിം ആണ്. ഇതിനേക്കാളും ബെറ്റർ സെൻസർ അവിടെ വരുന്നുണ്ട്. അവിടെയും OIS ഉണ്ട്, അൾട്രാവൈഡ് ക്യാമറ ഉണ്ട്, ഗ്ലാസ് ബിൽഡ് കൊടുത്തിട്ടുണ്ട്. ബാറ്ററി ലേശം കുറവാണ്, 4500 mAh ബാറ്ററിയാണ്. പിന്നെ 66 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് ഉണ്ട് എന്ന് തോന്നുന്നു. അതൊക്കെ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ എൻ്റെ റെക്കമെൻഡേഷനിൽ iQOO 9 SE ആയിരിക്കും മച്ച് ബെറ്റർ ഓപ്ഷൻ. ഈ വ്യൂ പ്രൊഡക്റ്റ് സെക്ഷൻ ഉണ്ടല്ലോ, അവിടെ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഈ പറഞ്ഞ ഫോൺസ് ഒക്കെ ചെക്ക് ഔട്ട് ചെയ്യുക. ഓക്കെ, സോ iQOO Neo 7 നല്ലൊരു ഫോണാണ്, മോശം ഫോണാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഞാൻ പറഞ്ഞില്ല, കോസ്റ്റ് കട്ടിംഗ് ഒക്കെ വന്നിട്ടുണ്ട്. ചിപ്സെറ്റിൽ ഇംപ്രൂവ്മെന്റ് ഉണ്ട്. പിന്നെ ബാറ്ററി കപ്പാസിറ്റി കൂട്ടിയിട്ടുണ്ട്, ചാർജിങ്ങിൻ്റെ വാട്ടേജ് ഇവർ കൂട്ടിയിട്ടുണ്ട്. എന്നാൽ ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ ഞാൻ വീണ്ടും പറയുകയാണ്, iQOO 9 SE കിടപ്പുണ്ട്, നല്ലൊരു ഫോണാണ്. എനിവേ, നിങ്ങൾ ഏത് ഫോൺ സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് ആ ഫോണിൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂ ചെക്ക് ഔട്ട് ചെയ്യുക. അതിനുശേഷം മാത്രമേ സെലക്ഷൻ ചെയ്യാവൂ. ദാറ്റ്സ് ഓൾ. ദിസ് ഇസ് എ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.